ഹലോ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ 4th മൊഡ്യൂളാണ്. 4th മൊഡ്യൂള് ഒരു 3-4 പാർട്ടായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കനാൽ ഇറിഗേഷൻ എന്ന പോർഷനാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4th മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കനാൽ ഇറിഗേഷൻ എന്ന പോർഷനിലോട്ട് കിടക്കാം. കനാൽ ഇറിഗേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ ഒരു കനാൽ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ ഒരിക്കലും നാച്ചുറലായിട്ട് ഉണ്ടാവുന്നൊരു സാധനമല്ല ഈ കനാൽ എന്ന് പറയുന്നൊരു സ്ട്രക്ചർ. അത് നമ്മൾ എന്തെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന ഒരു ചാനൽ സ്ട്രക്ചറാണ് ഈ കനാൽ എന്ന് പറയുന്നത്. അത് ഒന്നെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വെള്ളത്തിൻ്റെ യൂസിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്തുനിന്ന് ഏത് ഭാഗത്താണോ ആ വെള്ളം യൂസ് ചെയ്യേണ്ടത് ആ ഭാഗത്തോട്ട് എത്തിക്കാനോ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കനാൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കനാലെന്ന് പറയുന്നത് artificial channel constructed on the ground to carry water from a river or another canal. എന്നുവെച്ചാൽ ഒരു റിവറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു കനാലിൽ നിന്നോ വാട്ടർ ക്യാരി ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള ഫീൽഡിലോട്ട് എത്തിക്കുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇറിഗേഷൻ വർക്ക് ചെയ്യുന്നതിന് നമ്മൾ കനാൽ ഇറിഗേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെ ടൈപ്പ് കനാൽസാണുള്ളത് നോക്കാം. അപ്പോൾ കനാൽസിൻ്റെ ഒരു ടൈപ്പ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് വാട്ടർ സപ്ലൈ ചെയ്യുന്ന സോഴ്സ് അനുസരിച്ചിട്ടാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻസാണ്. ഒന്ന് പെർമനൻറ്റ് കനാൽ, പിന്നെ ഒന്ന് ഇൻഡൻറ്റേഷൻ കനാൽ. ഓക്കെ, അപ്പോൾ ഈ പെർമനൻറ്റ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പേര് പോലെ തന്നെ ത്രൂ ഔട്ട് ദ ഇയർ പെർമനൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ത്രൂ ഔട്ട് ദ ഇയർ വാട്ടർ സപ്ലൈ അവൈലബിൾ ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ വാട്ടർ ഏത് ഫീൽഡിലോട്ടാണോ എത്തിക്കുന്നത് അവിടെ കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ വേണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു പെർമനൻറ്റ് കനാലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പെരിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ അല്ലേ. അപ്പോൾ പെരിനിയൽ കനാൽ, പെർമനൻറ്റ് കനാൽ ഒരു പെരിനിയൽ കനാലെന്ന് പറയാൻ കാരണം ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് വാട്ടർ സപ്ലൈ അവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇൻഡൻറ്റേഷൻ കനാൽ എന്താണ്? ഇൻഡൻറ്റേഷൻ എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഒരു ഓവർഫ്ലോയിങ് ആണ്, അല്ലെങ്കിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റിയിൽ കൂടുതലുള്ള എന്തോ സംഭവമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഇൻഡൻറ്റേഷൻ കനാൽ? draws its supplies from a river only during the high stage of the river. അതായത് ഇപ്പോൾ ഒരു റിവറിന്, ഇപ്പോൾ ഏത് റിവറായാലും അതിനൊരു ഒപ്റ്റിമം ലെവൽ വാട്ടർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഇല്ലേ. അപ്പോൾ അതിൽ കൂടുതൽ റിവറിൻ്റെ വാട്ടറിൻ്റെ ലെവൽ ഒരിച്ചിരി പൊങ്ങിക്കഴിഞ്ഞാൽ, അതായത് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ആ വെള്ളം അതിൽ നിന്ന് എന്ത് ചെയ്യും, ഡ്രെയിൻ ഔട്ടായി പോകും ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കനാലിനെയാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡൻറ്റേഷൻ കനാൽ എന്ന് പറയുന്നത് ഡ്രോസ് ഇറ്റ് സപ്ലൈസ് ഫ്രം എ റിവർ ഓൺലി ഡ്യൂറിങ് ദ ഹൈ സ്റ്റേജസ് ഓഫ് ദ റിവർ. ഓക്കെ, ദെൻ അടുത്തൊരു ടൈപ്പ് ഓഫ് കനാൽ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ. അതായത് നമ്മൾ കനാലെന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് തന്നെ ഒരു കനാലിൽ നിന്ന് മറ്റൊരു കനാലിലോട്ടോ റിസർവോയറിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ ക്യാരിയിങ് സ്ട്രക്ചറിൽ നിന്ന് വേറൊരു ഭാഗത്തോട്ട് വെള്ളം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ എന്ത് പേർപ്പസിനാണോ നമ്മൾ വാട്ടർ ക്യാരി ചെയ്യുന്നത് അത് ആ ഫങ്ഷൻ അനുസരിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കനാലിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇറിഗേഷൻ കനാൽ, നാവിഗേഷൻ കനാൽ, പവർ കനാൽ, ഫീഡ് കനാൽ. ഓക്കെ, അപ്പോൾ ഇറിഗേഷൻ കനാൽ എന്നുള്ളത് നമ്മൾ തുടക്കമേ പറഞ്ഞു, അഗ്രികൾച്ചറൽ പേർപ്പസിനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് വാട്ടർ കനാലിൽ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇറിഗേഷൻ കനാലാണ്. ഓക്കെ, ദെൻ നാവിഗേഷൻ കനാൽ. ഇപ്പോൾ നാവിഗേഷൻ കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കരമാർഗം അല്ലെങ്കിൽ നമുക്ക്
വെഹിക്കിൾ ട്രാൻസ്പോർട്ടേഷനിലൂടെ ഒരു എന്തെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ജലമാർഗ്ഗം മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും നമ്മൾ ലാർജ് കനാൽസ് യൂസ് ചെയ്യും. അതിന് നമ്മൾ നാവിഗേഷൻ കനാൽ എന്നാണ് പറയുക. ഓക്കെ, അടുത്തത് പവർ കനാൽ, യൂസ്ഡ് ടു ക്യാരി വാട്ടർ ഫോർ ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. നമുക്കറിയാം നമുക്കൊരു കിട്ടുന്ന ഇലക്ട്രിസിറ്റിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ എമൗണ്ടും നമുക്ക് നമ്മൾ ജലവൈദ്യുത നിലയങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അങ്ങനെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിവറിൽ നിന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യൽ കനാൽസ് മേക്ക് ചെയ്യും. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ കനാൽസ് ഉണ്ടാക്കുന്നതിന് നമ്മൾ പവർ കനാൽ എന്ന് പറയും. ക്ലിയർ അല്ലേ? അടുത്തത് ഫീഡ്സ് 2 or more കനാൽസ്. 2 or more കനാൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കനാലെന്ന് പറയുന്നത് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ സ്ട്രക്ചറാണ്. അപ്പോൾ ആ കനാലെന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമ്മളുണ്ടാക്കിയ മറ്റൊരു ആർട്ടിഫിഷ്യൽ കനാലിലോട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ കനാൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫീഡർ കനാൽ എന്ന് പറയും. ഓക്കെ, ഇതാണ് ബേസ്ഡ് ഓൺ ഫങ്ഷൻ നമ്മൾ കനാലിൻ്റെ ടൈപ്സ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ കനാല് നമ്മൾ പറഞ്ഞ ആർട്ടിഫിഷ്യൽ സ്ട്രക്ചറാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായതാവുമ്പോൾ അതിൻ്റെ ബാങ്കിങ്സിലൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സ്റ്റോൺസ്, മേസണറി വർക്കുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവണം ഇല്ലേ? അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ വാട്ടർ സീപ്പേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കനാലിലെ അലൈൻമെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ അലൈൻമെൻറ്റ് കൊടുത്തേക്കുന്ന ഡിസൈൻ അനുസരിച്ച്, കൊടുത്തേക്കുന്ന മാനർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, കനാലിനെ ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക? വാട്ടർഷെഡ് കനാൽ ഓർ റിഡ്ജ് കനാൽ, പിന്നെ കോണ്ടൂർ കനാൽ, ദെൻ സൈഡ് സ്ലോപ്പ് കനാൽ. ഓക്കെ, അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എന്താണിത് സംഭവം എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ഏതൊക്കെയാണ് കനാലിൻ്റെ ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? വാട്ടർഷെഡ് കനാൽ ഓർ റിഡ്ജ് കനാൽ, കോണ്ടൂർ കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ. ഓക്കെ, അപ്പോൾ ഇതൊരു വാട്ടർഷെഡ് കനാൽ ഓർ റിഡ്ജ് കനാലാണ്. അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം ഇത് എന്താണെന്ന് പറയാം, എന്നാലേ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു വാട്ടർഷെഡ് കനാൽ ഓർ റിഡ്ജ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ഇപ്പോൾ 2 സ്ട്രീംസ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 സ്ട്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വാട്ടർ ക്യാരിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ വാട്ടർ കളക്ട് ചെയ്തുന്ന 2 ഭാഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ആ 2 സ്ട്രീംസിനെയും ഡിവൈഡ് ചെയ്യുന്നത് ഒരു റിഡ്ജ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വാട്ടർഷെഡ് ഓർ റിഡ്ജ് കനാൽ എന്ന് പറയും. ഒന്നെങ്കിൽ വാട്ടർഷെഡ് കനാൽ ഓർ റിഡ്ജ് കനാൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 സ്ട്രീംസിൻ്റെ ഇടയിലായിരിക്കും ഈ റിഡ്ജ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഈ 2 മേജർ സ്ട്രീംസും അവിടെ ഒരു മെയിൻ വാട്ടർ ഷെഡ് ഉണ്ടാവും. അപ്പോൾ അതാണ് എന്തിനത് ഈ 2 സ്ട്രീംസിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ഈ ഒരു പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ വാട്ടർ ഷെഡ് ഓർ റിഡ്ജ് കനാൽ എന്ന് പറയുന്നത്. ഇത് അലൈൻ ചെയ്തേക്കുന്നത്, ഇപ്പോൾ ദ കനാൽ വിച്ച് ഈസ് അലൈൻഡ് അലോങ് എനി നാച്ചുറൽ വാട്ടർ ഷെഡ്, അതായത് നമ്മൾ റിഡ്ജ് ഏതെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വാട്ടർ ഷെഡ് കനാൽ അല്ലെങ്കിൽ റിഡ്ജ് കനാൽ എന്ന് വിളിക്കും. അലൈനിങ് എ കനാൽ ഓൺ ദി റിഡ്ജ് എൻഷോർസ് ഗ്രാവിറ്റി ഇറിഗേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ കനാൽ. അപ്പോൾ കനാലിൻ്റെ 2 സൈഡിലും എന്താണ്, ഗ്രാവിറ്റി ഇറിഗേഷൻസ് ഉണ്ടാവും. കാരണം നാച്ചുറലി ഉണ്ടായ ഒരു വാട്ടർ ഷെഡാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ സിൻസ് ദ ഡ്രെയിനേജ് ഫ്ലോസ് എവേ ഫ്രം ദ റിഡ്ജ്, ഇപ്പോൾ ആ ഡ്രെയിനേജ് റിഡ്ജിൻ്റെ ഭാഗത്തുനിന്ന് മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നോ ഡ്രെയിനേജ് ക്രോസ് എ കനാൽ അലൈൻഡ് ഓൺ ദ റിഡ്ജ്. അവിടെ എന്താണ്, ആ കനാലിനെ ഒരു ഡ്രെയിനേജും ക്രോസ് ചെയ്തു പോവില്ല. അപ്പോൾ ദസ് എ കനാൽ അലൈൻഡ് ഓൺ ദ വാട്ടർ ഷെഡ് സേവ്സ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. അപ്പോൾ അവിടെ എന്താണ്, നമുക്കൊരു ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, വാട്ടർ ഷെഡ് കനാലിൻ്റെ ക്രോസ് ചെയ്തുകൊണ്ട് എന്ത് പോകുന്നില്ല,
അലൈൻമെൻറ്റ് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് നമ്മളൊരു ഫിഗർ കണ്ടായിരുന്നു. ഇത് വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് കനാലിൻ്റെ ഫിഗറാണെന്ന് പറഞ്ഞു. ഇതിൽ 2 സ്ട്രീംസിനെ അല്ലെങ്കിൽ 2 ഏരിയാസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു കനാലാണ് അല്ലെങ്കിൽ ഒരു റിഡ്ജ് ലൈനാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തിനെയും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെന്താണ് ഈ നമ്മൾ പറയുന്ന ഈ റിഡ്ജിനെ ക്രോസ് ചെയ്തുകൊണ്ട് എന്ത് പോകുന്നില്ല, മറ്റൊരു കനാല് പോകുന്നില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ക്ലിയറായോ? ഇതാണ് വാട്ടർഷെഡ് അല്ലെങ്കിൽ വാട്ടർഷെഡ് കനാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഡ്ജ് കനാൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ഒരു വാട്ടർഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് കനാലിൻ്റെ ഒരു ഫിഗറാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചേക്കുന്നതാണ് നമ്മളെ കനാൽ എന്നുണ്ടെങ്കിൽ അതിൽ വരച്ചേക്കുന്ന ഈ ഇമാജിനറി ലൈനെയാണ് നമ്മൾ വാട്ടർഷെഡ് എന്ന് പറയുന്നത്. ഇതൊരു റിവറായിരിക്കും, ഇതൊരു റിവറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനെയും എന്താണ് ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ് ഈ കനാൽ ചെയ്യുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് കോണ്ടൂർ കനാലാണ്. അപ്പോൾ വാട്ടർഷെഡ് കനാൽ, കോണ്ടൂർ കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ, ഇത് മൂന്നുമാണ് നമ്മൾ അലൈൻമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കനാൽ ക്ലാസിഫിക്കേഷന്. അപ്പോൾ അതിനകത്തുള്ള കോണ്ടൂർ കനാലാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, ഈ കോണ്ടൂർ കനാലിനകത്ത് വാട്ടർ ഷെഡ്, ഇപ്പോൾ ആ റിഡ്ജിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു വാട്ടർ ഷെഡ് ഉണ്ടാവുമല്ലോ, അതായത് ആ റിഡ്ജ് ലൈൻ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഒരു എക്കണോമിക്കലായിട്ട് തോന്നൂല, അല്ലെങ്കിൽ ഒരു എക്കണോമിക്കലായിട്ട് ചെയ്യാൻ കഴിയൂല എവിടെ, ഇപ്പോൾ ഹിൽ ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ. കാരണം എന്താണ്, ഇപ്പോൾ ഹിൽസിൽ കൂടെയൊക്കെ ഉള്ള റിവർ എന്ന് പറയുന്നത് അത് എപ്പോഴും ഒഴുകെന്താണ് ഈ വാട്ടർ ഷെഡിൻ്റെ താഴെയായിട്ടാണ് ഒഴുകിപ്പോവുക. അപ്പോൾ ഇൻഫാക്ട് ദ റിഡ്ജ് ലൈൻ മേ ബി 100 മീറ്റേഴ്സ് എബവ് ദ റിവറാണ്. ആ റിവറിൻ്റെ ശരിക്കും ആ ഒരു വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് ഏകദേശം 100 മീറ്റേഴ്സോളം എബവ് ദ റിഡ്ജ് ലൈനാണ് അല്ലേ. അപ്പോൾ വിർച്വലി ഇമ്പോസിബിൾ ടു ടേക്ക് ദ കനാൽ ഓൺ ടോപ്പ് ഓഫ് സച്ച് ഹയർ റിഡ്ജ് ലൈൻ. അപ്പോൾ വിർച്വലി നമുക്ക് എന്ത് പറ്റുന്നില്ല, ആ അത്രയും ഹയർ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ റിഡ്ജ് ലൈനിൻ്റെ മേലേക്ക് കനാൽ കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനത്തെ കണ്ടീഷനിൽ കോണ്ടൂർ കനാലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ കോണ്ടൂർ കനാൽ ഇറിഗേറ്റ്സ് ഓൺലി ഓൺ വൺ സൈഡ്, ഒരു സൈഡിലേ നമുക്ക് കോണ്ടൂർ കനാൽ യൂസ് ചെയ്തിട്ടുള്ള ഇറിഗേഷൻ വർക്ക് നടക്കുള്ളൂ. കാരണം എന്താണ്, നമുക്ക് ഹില്ല് ഏരിയാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ഭാഗത്തുള്ള ഏരിയ എന്ന് പറയുന്നത് കുറച്ചൊരു ഹയർ ലെവലിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക, ലെവൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കനാൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു കോണ്ടൂർ കനാലിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മളെ റിവർ അല്ലേ, ഇതാണ് നമ്മളെ റിവർ. ഇതിൽ അലൈൻമെൻറ്റ്സ് പോകുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ താഴോട്ടാണ് പോകുന്നത് അലൈൻമെൻറ്റ്സ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നത്, കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാൻ കഴിയുന്നുണ്ടാവും, ഇതുപോലത്തെ ഒരു അലൈൻമെൻറ്റ് സ്ട്രക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഹില്ലി ഏരിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉയർന്ന പ്രദേശമാവാനേ ചാൻസ് ഉള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ കോണ്ടൂർ കനാൽ. അടുത്തത് സൈഡ് സ്ലോപ്പ് കനാൽ. ഒരു സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക, അതിൻ്റെ റിഡ്ജ് ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു കനാൽ അലൈൻ ചെയ്തിട്ടുണ്ടാവുക റൈറ്റ് ആംഗിൾസ് ടു ദ കോണ്ടൂർ ആയിരിക്കും. കോണ്ടൂർ എവിടെയാണോ അതിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും സൈഡ് സ്ലോപ്പ് കനാൽ ചെയ്തിട്ടുണ്ടാവുക. ഇനി സിൻസ് സച്ച് എ കനാൽ റൺസ് പാരലൽ ടു ദ നാച്ചുറൽ ഡ്രെയിനേജ് ഫ്ലോ, അപ്പോൾ നാച്ചുറൽ ഡ്രെയിനേജ് ഫ്ലോയ്ക്ക് പാരലായിട്ടാണ് കനാൽ റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് യൂഷ്വലി ഡസ് നോട്ട് ഇൻ്റർസെപ്റ്റ് ഡ്രെയിനേജ് ചാനൽസ്. അതെന്താണ്, ഡ്രെയിനേജ് ചാനൽസിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ദസ് അവോയ്ഡിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ എന്താണ്, ഇറ്റ് ഈസ് എ കനാൽ വിച്ച് ഈസ് അലൈൻഡ് റഫ്ലി അറ്റ് റൈറ്റ് ആംഗിൾ ടു കോണ്ടൂർസ് ഓഫ് ദ കൺട്രി ബട്ട് നോട്ട് ഓൺ വാട്ടർ ഷെഡ് ഓർ വാലി. അപ്പോൾ ഇങ്ങനത്തെ കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോണ്ടൂസിന് റൈറ്റ് ആംഗിളായിട്ടാണ് ചെയ്യുക, പക്ഷേ എന്ത് പറ്റുന്നില്ല, ബട്ട് നോട്ട് ഓൺ വാട്ടർ ഷെഡ് ഒരു വാലി, ഒരു വാട്ടർ ഷെഡിൻ്റെയോ അല്ലെങ്കിൽ വാലിയുടെയോ കാര്യത്തിൽ എന്ത് പറ്റൂല, നമുക്ക് സൈഡ് സ്ലോപ്പ് കനാൽസ് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ
ഇത്രയാണ് നമുക്ക് ഒരു മീൻസ് കനാലിൻ്റെ അലൈൻമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഒരു കനാലിൽ നിന്ന് വാട്ടർ ഡിസ്ചാർജ് ഉണ്ടാവുന്നതിൻ്റെ ബേസിൽ കനാലിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെയിൻ കനാൽ, ബ്രാഞ്ച് കനാൽ, മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി, വാട്ടർ കോഴ്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇതിലെ മെയിൻ കനാൽ എന്ന് പറയുന്നത്, ഇപ്പോൾ മെയിൻ കനാൽ ടേക്സ് ഓഫ് ഡയറക്റ്റ്ലി ഫ്രം ദ അപ്സ്ട്രീം സൈഡ് ഓഫ് വെയർ ഹെഡ് വർക്ക് ഓഫ് ഡാംസ്. അപ്പോൾ അതെന്താണ്, നമുക്ക് യൂഷ്വലി അത് ഡയറക്റ്റായിട്ട് കൾട്ടിവേഷന് യൂസ് ചെയ്യാൻ കഴിയില്ല. അത് കുറച്ച് ഡിസ്ട്രിബ്യൂട്ടറി കനാൽസിലോട്ടൊക്കെ കൊടുത്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് കനാലിൽ നിന്ന് വരുന്ന ആ ഒരു മെയിൻ കനാലിനെ, അല്ലെങ്കിൽ സ്ട്രീമിൽ നിന്ന് വരുന്ന ആ ഒരു മെയിൻ കനാലിനെയാണ്, ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന കനാലിനെയാണ് മെയിൻ കനാൽ എന്ന് പറയുന്നത്. ദെൻ ബ്രാഞ്ച് കനാൽ. ബ്രാഞ്ച് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് ടേക്സ് ഫ്രം മെയിൻ കനാൽ വിത്ത് ഹെഡ് ഡിസ്ചാർജ് ഓഫ് 14 to 15 ക്യുമെക്സ്. ഇപ്പോൾ നമ്മളൊരു കനാലിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാകുന്നത് ഒരു 14 to 15 ക്യുമെക്കെങ്കിലും ഡിസ്ചാർജ് കിട്ടണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിസ്ചാർജ് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ബ്രാഞ്ച് കനാൽ എന്ന് പറയും. അപ്പോൾ സാധാരണ ഈ ബ്രാഞ്ച് കനാൽ ആക്ട് ചെയ്യുന്നത് മേജർ ഡിസ്ട്രിബ്യൂട്ടറിക്ക് വാട്ടർ എത്തിക്കാനുള്ള, അല്ലെങ്കിൽ മേജർ ഡിസ്ട്രിബ്യൂട്ടറിയുടെ ഫീഡർ കനാലായിട്ടാണ് ഈ ബ്രാഞ്ച് കനാൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മേജർ ഡിസ്ട്രിബ്യൂട്ടറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഡിസ്ചാർജ് ഉണ്ടാവുന്നത് 0.25 to 15 ക്യുമെക്ക് വരെയാണെങ്കിൽ അതിന് നമുക്ക് മേജർ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ മൈനർ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ 0.25ലും കുറവ് ക്യുമെക്കാണ് നമുക്ക് വാട്ടർ ഡിസ്ചാർജ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മൈനർ ഡിസ്ട്രിബ്യൂട്ടറി എന്നാണ് പറയാൻ പറ്റുക. ക്ലിയർ? അടുത്തത് എന്ന് പറയുന്നത് വാട്ടർ കോഴ്സാണ്. എന്താണ് വാട്ടർ കോഴ്സ്? അപ്പോൾ ഒരു ചെറിയ ചാനൽ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു വാട്ടർ ക്യാരിയിങ് സ്ട്രക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ, which carry water from the outlet of a major or minor distributary or a branch canal to the field to be irrigated. അപ്പോൾ ഒരു ചെറിയ ചാനലിൽ നിന്ന് വാട്ടർ ക്യാരി ഔട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ മേജറായിട്ടുള്ള അല്ലെങ്കിൽ മൈനർ ഡിസ്ട്രിബ്യൂട്ടറിക്കോ അല്ലെങ്കിൽ മേജർ കനാൽസിലോട്ടോ ഫീൽഡ്സിലോട്ടോ ഇറിഗേറ്റ് ചെയ്ത് ഫീൽഡ്സിലോട്ടോ ഫോർ ഇറിഗേഷന് വേണ്ടി എത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? വാട്ടർ കോഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു മീൻസ് ഇത് ഈ മേജർ ഡിസ്ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ മൈനർ ഡിസ്ട്രിബ്യൂട്ടറി ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിൽ MAG എന്ന് എഴുതിയത് മേജർ ഡിസ്ട്രിബ്യൂട്ടറി കനാൽസും, B എന്നുള്ളത് അതിൻ്റെ ബ്രാഞ്ചസും, MIN എന്നുള്ളത് മൈനർ ഡിസ്ട്രിബ്യൂട്ടറിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കനാലിൻ്റെ ഔട്ട്ലൈനാണ്. ക്ലിയർ? ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് അതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ലൈനിങ്ങിൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്തിനാണ് ഈ ലൈനിങ് ഒക്കെ കൊടുക്കുന്നത്. ലൈനിങ് കൊടുക്കുന്നത് നമ്മളെപ്പോഴും എന്താണ്, വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ, അല്ലെങ്കിൽ വാട്ടർ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ലൈനിങ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈനിങ് കൊടുക്കുന്നതും കൊടുക്കാത്തതും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈൻഡ്, അൺലൈൻഡ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ എന്താണ് അൺലൈൻഡ് കനാൽ? ശ്രദ്ധിക്കുക. ബെഡ് ആൻഡ് ബാങ്ക്സ് മെയ്ഡപ്പ് ഓഫ് നാച്ചുറൽ സോയിൽ. ഇപ്പോൾ നാച്ചുറൽ സോയിൽ യൂസ് ചെയ്തിട്ടാണ് ഒരു കനാലിൻ്റെ സ്ട്രക്ചറിലുള്ള ബെഡ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലുള്ള പോർഷൻ പിന്നെ ഒക്കെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അൺലൈൻഡ് ആയിരിക്കും, നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. ദെൻ വാട്ടർ വെലോസിറ്റി 0.7 meters/second മീൻസ് അതിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈനിങ് കൊടുക്കാൻ കഴിയില്ല. ഇനി ഹൈ സീപ്പേജ് ആൻഡ് കൺവെയൻസ് വാട്ടർ ലോസസ്, ഒരുപാട് വാട്ടർ ലോസ് ആവുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യല്ല, അൺലൈൻഡ് ആയിട്ടുള്ള കനാൽ പോസിബിൾ അല്ല, ലൈനിങ് കൊടുക്കണം. ദെൻ പ്രൊഫ്യൂസ് ഗ്രോത്ത് ഓഫ് അക്വാട്ടിക് വീഡ്സ് റിട്ടാർഡ്സ് ദ ഫ്ലോ. അപ്പോൾ വാട്ടർ ഫ്ലോവിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ്, അക്വാട്ടിക് വീഡ്സ് ഉണ്ടാവും. മനസ്സിലായോ?
ദെൻ അടുത്തതെന്ന് പറയുന്നത് ലൈൻഡ് കനാലാണ്. എന്താണ് ലൈൻഡ് കനാൽ? ലൈൻഡ് കനാൽ എന്ന് പറയുമ്പോൾ ലൈനിങ് ഓഫ് ഇംപേർവിയസ് മെറ്റീരിയൽ ഓൺ ഇറ്റ്സ് ബെഡ്. അപ്പോൾ ഇംപേർവിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ദെൻ അടുത്ത എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈനിങ്സ് ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് കോൺക്രീറ്റ്, പിന്നെ ഒന്ന് ബ്രിക്ക്, പിന്നെ ബേൺഡ് ക്ലേ ടൈല്, പിന്നെ ബോൾഡേഴ്സ്. ഇത്രയാണ് എന്ത് അൺലൈൻഡ് കനാലും ലൈൻഡ് കനാലിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു കനാൽ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അതിൻ്റെ ലൈനിങ്ങിൻ്റെ ബേസിൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കനാൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു ടൈപ്പ് ഓഫ് കനാലാണ്. ദെൻ ഇതും അതുപോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് കനാലാണ്. അപ്പോൾ ഈ കനാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നാച്ചുറൽ സോയിൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാങ്ക്സ് ഒക്കെ ഉള്ളത്, അല്ലേ? ഇത് കണ്ടിട്ട് തോന്നില്ലേ? ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് നമ്മൾ എന്താ പറയുക, വേറെ കൺസ്ട്രക്ഷനും ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവിടെയൊക്കെ എങ്ങനെ നമ്മൾ ലൈനിങ് കൊടുക്കുക? കഴിയൂലല്ലോ. അപ്പോൾ ഈ അതിനെ നമുക്ക് അൺലൈൻഡ് കനാൽ എന്ന് പറയാം. നേരെ മറിച്ച് ഇത് നോക്ക് നിങ്ങൾ, ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയാലും കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും ഇതിൻ്റെ ബാങ്ക്സിൽ വരുത്താൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ലൈൻഡ് കനാൽസ് യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മൾ കനാലിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ക്ലിപ്പിക്കൽ ക്ലാസിഫിക്കേഷൻ, എങ്കിൽ എങ്ങനെയാണ് അത് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ കനാലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനിലോട്ടാണ് കിടക്കുന്നത്. കനാൽ ക്രോസ് സെക്ഷനും അതേപോലെ തന്നെ കനാലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കനാലിൻ്റെ ക്രോസ് സെക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിൻ്റെ പേരുകൾ ആദ്യം ഞാൻ വായിക്കാം. ഓക്കെ, ഒന്ന് സൈഡ് സ്ലോപ്പ്, ദെൻ ബെർം, ദെൻ ഫ്രീ ബോർഡ്. ഇതിൽ ഈ ബെർം എന്ന് പറയുന്ന പോർഷനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്, ദെൻ ബാങ്ക്സ്, ഡൗല, ഇൻസ്പെക്ഷൻ റോഡ്, ബോറോപിറ്റ്, സ്പോയിൽ ബാങ്ക്. ഇതിൽ സ്പോയിൽ ബാങ്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും QSലൊക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാൻഡ് വിഡ്ത്ത്, കൗണ്ടർ ബേം. അപ്പോൾ ഇത്രയാണ് ഒരു കനാൽ ക്രോസ് സെക്ഷൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസിൻ്റെ പേര് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, ദെൻ നമ്മൾ ആദ്യം എന്താണ് ഇതൊക്കെ എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കനാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് നമ്മൾ കുറച്ച് സ്ലോപ്പാക്കിയിട്ടല്ലേ കൺസ്ട്രക്റ്റ് ചെയ്യാറുള്ളത്. അത്രയും വാട്ടർ സ്റ്റോറേജ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കൺവേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സൈഡ് സ്ലോപ്സ് ഓഫ് ചാനൽ സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് സോയിൽ യൂസ് ചെയ്ത് അത് ഉണ്ടാക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരു ആവറേജ് ലോം സോയിൽ നമ്മൾ സൈഡ് സ്ലോപ്സിൽ സാധാരണ ക്യാപ്റ്റ് ചെയ്യുന്നത് 1:1 ഇൻ കട്ടിങ്ങും 1.5:1 ഇൻ ഫില്ലിങ്ങിലുമാണ്. അപ്പോൾ കട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ആ കുഴിക്കുന്ന ആ ഒരു എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റായി നിൽക്കുന്ന ഒരു സർഫസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കനാൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കട്ടിങ്ങിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണെന്നുണ്ടെങ്കിൽ ഫില്ലിങ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന ആ ഭാഗത്തിൻ്റെ റേഷ്യോ 1.5:1 എന്നുള്ള റീജിയനിലാണ് വരിക, എന്ന റേഞ്ചിലാണ് വരിക. ഓക്കെ, അപ്പോൾ സാൻഡി സോയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് 1.5:1 കട്ടിങ്ങിലും 2:1 ഇൻ ഫില്ലിങ്ങിലുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഒരു കനാലിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ സ്ലോപ്പുകളെയാണ് നമ്മൾ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് ബെർം എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ഭാഗമാണിത്. ഒരുപാട് തവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണിത്. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കനാലിൻ്റെ ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കട്ടിങ് ഫില്ലിങ് എന്ന് പറഞ്ഞിട്ട് സംഭവം പറഞ്ഞു. ഇതിനകത്ത് ഈ കാണിച്ചേക്കുന്നതാണ് എന്ത്, നമ്മളെ കനാൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ
കനാലിനകത്ത് നമ്മൾ എന്നുവെച്ചാൽ ഇതാണ് നമ്മളെ എർത്ത് സർഫസ്. ഇത് ഇത്രയും നമ്മൾ കട്ട് ചെയ്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഈ റീജിയനൊക്കെ കട്ടിങ് എന്ന് പറയും. കാരണം ഇവിടെ മണ്ണ് നമ്മളിങ്ങോട്ട് എടുത്തേക്കാണ് ഈ വെള്ളം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അണ്ടർ സർഫസിലെ ഈ പോർഷനെ നമ്മൾ ബെഡ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ എന്താണ് ബെഡ്? ഈ ഒരു ഭാഗമാണ് ബെഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ബെഡ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഇതാണ് ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ കനാലാണ് എന്നുണ്ടെങ്കിൽ ഈ കനാൽ കുഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ മണ്ണെടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ആ മണ്ണ് നമ്മൾ കുറച്ച് മാറിയിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടാവും. ആ കൂട്ടിയിട്ടത് യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിന് ഒരു മീൻസ് ഒരു തീരം അല്ലെങ്കിൽ ഒരു സൈഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. കനാലിനൊരു സൈഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ഈ കനാലിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ കനാലിൻ്റെ ഈ എൻഡ് മുതൽ ആ ഒരു സൈഡ് വരെയുള്ള ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഒരു ചെറിയൊരു ഏരിയ അവിടെ ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ടാവും. ആ ഏരിയനെ നമ്മൾ ബെർമ എന്നാണ് വിളിക്കുക. ക്ലിയർ? അപ്പോൾ ഏത് പോർഷനാണ് ബെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ കനാലാണ് എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കനാലിൻ്റെ ഒരു ഉയർന്ന ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ കനാലിലോട്ട് നോക്കാനും ഇൻസ്പെക്ട് ചെയ്യാനും വേറെ കുറേ കാര്യങ്ങൾ പിന്നെ ചെറിയ റോഡിൻ്റെ പോർഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് മുതൽ കനാലിനോട്ട് എത്തുന്നത് വരെ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാകും. അതിന് നമ്മൾ ബെർമ എന്ന് വിളിക്കും. അപ്പോൾ ബെർമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ലെഫ്റ്റ് അറ്റ് ഗ്രൗണ്ട് ലെവൽ ബിറ്റ്വീൻ ദ ടോ ഓഫ് ദ ബാങ്ക് ആൻഡ് ടോപ്പ് എഡ്ജ് ഓഫ് ദ കട്ടിങ്. അതായത് ബാങ്കിൻ്റെ ടോ എന്ന് പറയുന്നത് ഇത്. ഓക്കെ. പിന്നെന്താണ് ഈ കട്ടിങ്ങിൻ്റെ ടോപ്പ് എഡ്ജ് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എന്ത്? ബെർമ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ബെർമ ഈസ് പ്രൊവൈഡഡ് അഡീഷണൽ സ്ട്രെങ്ത് ടു ബാങ്കിന് അഡീഷണൽ സ്ട്രെങ്ത് കൊടുക്കും ആൻഡ് ഹെൽപ്പ് ഇൻ സേഫ് ഗാർഡിങ് ദം എഗെയിൻസ്റ്റ് ബ്രീച്ചസ്. ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ഫോർ ഫ്യൂച്ചർ വൈഡനിങ് ഓഫ് ചാനൽ. ഒരു ചാനലിൻ്റെ ഫ്യൂച്ചർ വൈഡനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബെർമ എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ക്ലിയർ? അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഫ്രീ ബോർഡ്. എന്താണ് ഫ്രീ ബോർഡ്? ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കാണിച്ചേക്കുന്നത് ഒരു കനാലിൻ്റെ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഇത്രയും ഭാഗം വരെയാണ് ഇത്രയും ഭാഗം വരെയാണ് നമ്മളെ വെള്ളം ഉണ്ടാവുക അല്ലേ? ഈ വെള്ളം ഫുള്ളായി നിൽക്കുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് മുതൽ ഈ ഭാഗം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയും. എന്നുവെച്ചാൽ ആ ഭാഗത്ത് വെള്ളമില്ല, പക്ഷേ എന്താണ് ഇത് നമ്മളൊരു ബാങ്കാണ്, ഈ കനാലിൻ്റെ ബാങ്കാണിത്. അപ്പോൾ അതുവരെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അതായത് വെള്ളമുള്ള ഭാഗം നമ്മൾ ആ വെള്ളത്തിന് തീരം അല്ലെങ്കിൽ ഉയർന്ന പ്രദേശം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം തമ്മിലുള്ള ആ ഒഴിഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ ഫ്രീ ബോർഡ് എന്നാണ് പറയുക. അപ്പോൾ ഫ്രീ ബോർഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഡിസൈൻഡ് ഫുൾ സപ്ലൈ ലെവൽ ഇൻ ദി കനാൽ ആൻഡ് ടോപ്പ് ലെവൽ ഓഫ് കനാൽ ബാങ്ക്. ക്ലിയർ ആയില്ലേ? അതാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡ് ടു അലോ ഫോർ വേവ് ആക്ഷൻ ആൻഡ് ഫ്ലോട്ടിംഗ് ഡെബ്രീസ്. അപ്പോൾ വേവ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിനൊരു വേവ് ആക്ഷൻ വരും ഇല്ലേ? അപ്പോൾ ഒരു ഒഴുകുക എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഇങ്ങനെ വേവ് ആക്ഷൻ വരുമ്പോൾ അതെന്താണ്, പുറത്തേക്ക് പോവാണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, കനാലിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് നിന്നോളും ഫ്രീ ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അതൊന്ന്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വേസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ കൂടെ ഒഴുകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ഒഴുകി പോയിക്കോളും, പുറത്തോട്ട് വരാണ്ട് ആ ഒഴുകി അങ്ങ് പൊക്കോളും. ഇനി ഈ ഫ്രീ ബോർഡ് കൺസിഡർ ചെയ്യുന്നത് സാധാരണ കനാൽ കപ്പാസിറ്റി, സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്, ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീ ബോർഡ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബാങ്കിങ്സ്, വാട്ട് ഈസ് ബാങ്ക്സ്. അപ്പോൾ ദ പർപ്പസ് ഓഫ് ദ ബാങ്ക് ഈസ് ടു റീറ്റെയിൻ വാട്ടർ സോ ലോങ് ആസ് ദ ബെർമ ഈസ് നോട്ട് ഫോംഡ്.
അപ്പോൾ ബേം ഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്ടർ റീറ്റെയിൻ ചെയ്യാൻ അത്രയും സമയം വാട്ടർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ബാങ്ക് എന്ന് പറയുന്ന ഭാഗം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ പ്രഷർ ഓഫ് വാട്ടർ എബവ് ദ ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവലിൻ്റെ മേലെ ഫുൾ പ്രഷർ ഓഫ് വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഇത് കട്ടിംഗ് ആണ്, ഇത് ഫ്രീ ബോർഡാണ്, അതുപോലെ ഇത് ഫില്ലിംഗ് ആണ്. അതിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തത് ഇൻസ്പെക്ഷൻ റോഡ്. അത് പേര് പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു കനാൽ കൺസ്ട്രക്റ്റ് ചെയ്താൽ ആ കനാൽ നമ്മൾ പറഞ്ഞു പല പല പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പർപ്പസ് അവിടെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടായിട്ടുണ്ടോ, നമ്മൾ കാരണം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയൊരു സംഭവമാണ് ഈ കനാൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻസ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കനാൽ ബാങ്കിൻ്റെ സൈഡിലായിട്ട് ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ആ റോഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ റോഡ് എന്ന് പറയുന്നത്. ഒരു റോഡല്ല, ഇൻസ്പെക്ഷൻ റോഡ്, ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോഡ്. ക്ലിയർ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഡവൽ എന്നാണ്. എന്താണ് ഡവൽ? ഈ ഡവൽ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പം നമുക്ക് ആ കനാലിലോട്ടൊന്ന് നോക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വെഹിക്കിൾസ് പിന്നെ ആ കനാൽ കൺസ്ട്രക്റ്റ് ചെയ്തതിൻ്റെ ബാങ്കിൻ്റെ സൈഡിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ വെഹിക്കിൾസ് ഇൻ കേസ് ആക്സിഡൻ്റ് ആയിട്ട് പോലും ആ വെഹിക്കിൾസ് കനാലിലോട്ട് വീഴരുത് എന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൻ്റെ സൈഡിൽ കുറച്ച് ഭാഗം റൈസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ റേസ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പോർഷനെ നമ്മൾ ഡവൽ എന്ന് പറയും. അപ്പോൾ ഇതിൽ കൂടെ തന്നെ ഇപ്പോൾ വണ്ടി പോയി കഴിയുമ്പോഴും എന്തെങ്കിലും ടൈപ്പ് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും ഇവിടെ അങ്ങ് തള്ളി നിന്നോളും. എന്ത് ചെയ്യുന്നില്ല, മറിഞ്ഞത് അങ്ങോട്ട് ഈ കനാലിലോട്ട് പോകില്ല. അപ്പോൾ അത്രയും ഉയർത്തിയിട്ടൊരു ചെറിയ ഭാഗം കൊടുക്കണേന് നമ്മൾ ഡവൽ എന്ന് പറയും. അപ്പോൾ ആസ് ദ മെഷർ ഓഫ് സേഫ്റ്റി ഫോർ ദ വെഹിക്കിൾസ് എ റേസ്ഡ് പ്രൊജക്ഷൻ ഓഫ് സോയിൽ കോൾഡ് ഡവൽ ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ചാനൽ സൈഡ് ഓഫ് ദി ഇൻസ്പെക്ഷൻ റോഡ്. അപ്പോൾ ഇൻസ്പെക്ഷൻ റോഡിൻ്റെ സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡവൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ഡവലിൻ്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 മീറ്ററാണ്. ഹൈറ്റ് എബവ് റോഡ് ലെവൽ ഈസ് 0.5 മീറ്റർ ആൻഡ് സൈഡ് സ്ലോപ്പ് ഈസ് 1.5:1 ആയിരിക്കും. അപ്പോൾ സാധാരണ ഡവലിൻ്റെ വിഡ്ത്ത് നോർമലി നമ്മൾ കൊടുക്കുന്നത് 0.5 മീറ്ററാണ്. ഈ ഡയമെൻഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൈറ്റ് എബവ് റോഡ് ലെവൽ 0.5 മീറ്റർ, 0.5 മീറ്ററിനേക്കാളും എബവ് റോഡ് ലെവലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് സ്ലോപ്പ് 1.5:1 ആയിരിക്കും. ക്ലിയർ. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ബോറോ പിറ്റ്സ് ആണ്. വാട്ട് യു മീൻ ബൈ ബോറോ പിറ്റ്സ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബോറോ പിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ തുരുത്തലെ ചെറിയൊരു കുഴി പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അത് എന്തിനാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അപ്പോൾ നമുക്കറിയാം കനാൽ കുഴിക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ്ട്രാ സോയിൽസ് നമ്മളൊരു സൈഡിൽ വെച്ചു. ആ സോയിൽ യൂസ് ചെയ്തിട്ടാണ് എർത്ത് ബാങ്കിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക, മീൻസ് കനാൽ ബാങ്കിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞും എക്സ്ട്രാ സോയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു കുഴി പോലെ ഉള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ സോയിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ബോറോ പിറ്റ്സ് യൂസ് സാധാരണ ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു 4 to 6 ടൈംസ് ഡെപ്ത്ത് ആയിട്ടുള്ള ഭാഗത്ത്. എവിടുന്ന്? ഇപ്പോൾ ഇത് നമ്മളെ കനാൽ ബാങ്കിങ് അല്ലേ, ഈ കനാൽ ബാങ്കിങ്ങിൻ്റെ ഇവിടെ നിന്ന് 4 to 6 ടൈംസ് ഡെപ്ത്ത്. അപ്പോൾ ഇതിനൊരു ഡെപ്ത്ത് ഉണ്ടാവും. അപ്പോൾ ആ ഡെപ്തിൻ്റെ 4 to 6 ടൈംസ് സൈഡ് മാറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോറോ പിറ്റ്സ് ഉണ്ടാക്കുക. ദെൻ ബോറോ പിറ്റ്സ് മേ ബി ലൊക്കേറ്റഡ് എയ്തർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ചാനൽ. ചാനലിൻ്റെ അകത്തോ പുറത്തോ ആയിട്ടാണ് എന്തുണ്ടാവുക, നമ്മൾ ഈ ബോറോ പിറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ. ദെൻ അടുത്തത് നമ്മൾ പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് സ്പോയിൽ ബാങ്കാണ്. വാട്ട് യു മീൻ ബൈ സ്പോയിൽ ബാങ്ക്സ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് എളുപ്പമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കുറേ വേർഡിങ്സ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് കനാലാണ് അല്ലേ, അപ്പോൾ ഇത് കനാലിൻ്റെ ഫുൾ സപ്ലൈ വാട്ടർ ലെവലാണെന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമം വെള്ളം വന്ന് നിൽക്കുന്ന ഭാഗമാണ്. അതും കഴിഞ്ഞാണ് നമ്മളെ കനാൽ ബാങ്ക് വരുന്നത്.
അതും കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ഡിപ്രഷൻ, നമുക്കിപ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെയുള്ള മഴയൊക്കെ പെയ്യുമ്പോഴുള്ള വെള്ളം ഡ്രെയിൻ ഔട്ടായി പോകാൻ ചെറിയൊരു സ്ട്രക്ചർ ഹൊറിസോണ്ടലി ഈ ബാങ്കിന് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് നമ്മളെന്താണ് ഈ മണ്ണ് കുഴിച്ചവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കുഴിച്ച മണ്ണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ when the quantity of earth obtained from the excavation or cutting of the channel section is in excess of quantity required for forming the bank and service road, then extra earth is usually deposited in the form of spoil bank. അപ്പോൾ എന്താണ് എക്സ്ട്രാ എർത്ത് നമ്മൾ പറഞ്ഞു ബോറോ പിറ്റ്സിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അത് സ്പോയിൽ ബാങ്ക് ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങ് കൂട്ടിയിടും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് ലാൻഡ് വിഡ്ത്താണ്. എന്താണ് ലാൻഡ് വിഡ്ത്ത്? ഇപ്പോൾ ഒരു ടോട്ടൽ ലാൻഡ് നമുക്ക് ഈ ചാനലോ അല്ലെങ്കിൽ നമ്മുടെ കനാലോ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലാൻഡ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ചാനൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ഒന്ന് പെർമനൻറ്റ് ആൻഡ് ടെമ്പററി ലാൻഡ്. അപ്പോൾ പെർമനൻറ്റ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ളതാണ്. അപ്പോൾ ഇത് സ്പോയിൽ ബാങ്ക്, പിന്നെ ഇത് സർവീസ് റോഡ്, ഇത് ഗ്രൗണ്ട് ലെവൽ, ഇതാണ് നമ്മളെ കനാൽ ബെഡ്, ഇത് ഫുൾ സപ്ലൈ ലെവൽ. ഓക്കെ, അപ്പോൾ ഈ ഭാഗമാണ് ബെർമ. ദെൻ എന്താണ് ലാൻഡ് വിഡ്ത്ത്? ദ ടോട്ടൽ ലാൻഡ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ചാനീസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. അതാണ് പെർമനൻ്റ് ആൻഡ് ടെമ്പററി ലാൻഡ് എന്ന് പറഞ്ഞു. ഇതിൽ പെർമനൻറ്റ് ലാൻഡ് എന്ന് പറയുന്നത് റിക്വയർഡ് പെർമനൻ്റ്ലി ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ചാനൽ. ചാനലിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ എന്താണ് നമുക്കിപ്പോൾ ലാൻഡ് റിക്വയർഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക പെർമനൻറ്റ് ലാൻഡ് എന്ന് പറയാം. ഇനി ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ പീരിയഡ് സം ലാൻഡ് ഈസ് റിക്വയർഡ് ഫോർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് മെഷീനറീസ്. അപ്പോൾ എന്താ സംഭവിക്കുക, ആ ലാൻഡ് എന്താണ് നമ്മളെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ലാൻഡ് നമുക്ക് ആവശ്യമില്ല, കാരണം പിന്നെ അതിന് ശേഷം നമുക്ക് മെഷീനറി ഒന്നും സൂക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ തന്നെ നമ്മൾ ടെമ്പററി ലാൻഡ് വിഡ്ത്ത് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ലാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഭാഗം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കൗണ്ടർ ബെം ആണ്. കൗണ്ടർ ബെർം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഇവിടെ കണ്ടോ, ഇതാണ് നമ്മളെ ഫുൾ സപ്ലൈ ലെവൽ അല്ലേ. അപ്പോൾ ഈ ഫുൾ സപ്ലൈ ലെവലിൻ്റെ ഇവിടെ നിന്ന് നമ്മളെ ബാങ്കിൻ്റെ സൈഡിൽ കൂടെ ഒരു സാച്ചുറേഷൻ ഗ്രേഡിയൻറ്റ് പോവും. എങ്ങനത്തെ സാഹചര്യത്തിൽ? ഇപ്പോൾ ഡൗൺ സ്ട്രീം സൈഡിലുള്ള ബാങ്കിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ നിന്ന് ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഗ്രേഡിയൻറ്റ് പാസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സാച്ചുറേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയും. ഈ സാച്ചുറേഷൻ ഗ്രേഡിയൻറ്റിൽ നിന്ന് ശ്രദ്ധിക്കുക, ഈ സാച്ചുറേഷൻ ഗ്രേഡിയൻറ്റിൽ നിന്ന് സ്ലൈഡിങ് ആയിട്ടുള്ള ഈ ബാങ്കിൻ്റെ പാർട്ടിൻ്റെ ബെർം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കോർണറിലോട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈവൻ ആഫ്റ്റർ പ്രൊവൈഡിങ് ദി യൂഷ്വൽ എംബാങ്ക്മെൻറ്റ് സെക്ഷൻ ഓഫ് ദ ബാങ്ക്, സാച്ചുറേഷൻ ഗ്രേഡിയൻറ്റ് മേ കട്ട് ദ ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ദ ബാങ്ക്. ബാങ്കിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിനെ ഈ സാച്ചുറേഷൻ ഗ്രേഡിയൻറ്റ് കട്ട് ചെയ്യും. അപ്പോൾ ഇൻ സച്ച് കേസസ് സാച്ചുറേഷൻ ലൈൻ ഷുഡ് ഓൾവേസ് ബി കവേർഡ് ബൈ 0.3 to 0.6 മീറ്റർ ഓഫ് എർത്ത്. അപ്പോൾ എർത്തിൻ്റെ 0.3 to 0.6 മീറ്റർ ഓഫ് പോർഷൻ എന്താണ് ഇവിടെ കട്ട് ചെയ്യുകയാണ്. ക്ലിയർ ആണോ? ഇതിന് നമ്മൾ കൗണ്ടർ ബെർം എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റൊരു പോർഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മളെ കമ്പോണൻസ് ഓഫ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് പാർട്ട് ഓഫ് കനാൽ ക്രോസ് സെക്ഷൻ എന്ന് പറയാനുള്ളത്. ഈ കനാലിൻ്റെ പോർഷനിലുള്ള ഒരു ഭാഗമാണ് ബാലൻസിങ് വിഡ്ത്ത്. എന്താണ് ഈ ബാലൻസിങ് ഡെപ്ത്ത് എന്ന് പറയുന്നത്? ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ബാലൻസിങ് ഡെപ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മളെ ഈ കനാലിൻ്റെ ബാങ്ക് അല്ലേ, അപ്പോൾ ഇവിടെ ഒരു ബേം ഉണ്ടാവും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കട്ടിങ് ഏരിയ, അതായത് ഇത്രയും പോർഷൻ കട്ട് ചെയ്താണ് കനാൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കനാലിൻ്റെ ഫുൾ വാട്ടർ ലെവലും പിന്നെ അതിൻ്റെ ബോട്ടം എഡ്ജും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ബാലൻസിങ് ഡെപ്ത്ത് എന്ന് പറയുക. കാരണം ആ ഒരു ഡെപ്ത്ത് ഓഫ് വാട്ടർ അതിൽ ഒപ്റ്റിമം ആണ്, അതിൽ കുറയാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ദ ചാനൽ സെക്ഷൻ ഈസ് എൻറ്റയർലി ഇൻ കട്ടിങ് ദ എക്സ്ട്രാ സോയിൽ ഹാസ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ സ്പോയിൽ ബാങ്ക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഫോർ ദ ചാനൽ സെക്ഷൻ എൻറ്റയർലി ഇൻ ഫില്ലിങ് ദ സോയിൽ ഹാസ് ടു ബി ഒബ്റ്റെയിൻഡ് ഫ്രം ബോറോ പിറ്റ്. അപ്പോൾ ഈ സോയിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ബോറോ പിറ്റ് എന്നാണ്. ഇൻ ബോത്ത് കേസ് റിക്വേർഡ് ഡബിൾ ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് എർത്ത് വർക്ക്. അപ്പോൾ ഇതിൽ
ബോറോ പിറ്റ്സിനകത്ത് എന്താണ് ഡബിൾ ഹാൻഡ്ലിങ്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡബിൾ ഹാൻഡ്ലിങ്, എർത്ത് വർക്കിൻ്റെ ഡബിൾ ഹാൻഡ്ലിങ് വരികയാണെന്നുണ്ടെങ്കിൽ അതിലെന്താണ് ദ എൻറ്റർലൈൻ വിത്ത് ദ സോയിൽ ഹാസ് ടു ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബോറോ പിറ്റ്. ആ ബോറോ പിറ്റിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സോയിൽ എടുത്തിട്ടുണ്ടാവുക. ഈ ഫോർ എ ചാനൽ സെക്ഷൻ the depth of cutting is such that the quantity of excavation or cutting is equal to the earth filling. നമ്മൾ എർത്ത് ഫില്ല് ചെയ്യുന്നതും കട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് എർത്തും സെയിം ആയിരിക്കും, കാരണം ഇത് തന്നെയല്ല അവിടെ കൊണ്ടിടുന്നത്. ദെൻ ദ ഡെപ്ത് ഓഫ് കട്ടിങ് ഈസ് നോൺ ആസ് ബാലൻസിങ് ഡെപ്ത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ബാലൻസിങ് ഡെപ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്കണോമിക്കൽ ഡെപ്ത് ഓഫ് കട്ടിങ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് എന്ത്, ബാലൻസിങ് ഡെപ്ത് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് കനാൽ ഫുൾ സപ്ലൈ ലെവലാണ്. എന്താണ് കനാൽ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നോർമൽ മാക്സിമം ഓപ്പറേറ്റിംഗ് വാട്ടർ ലെവൽ ഓഫ് എ വാട്ടർ സ്റ്റോറേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കനാൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇതിന് മാക്സിമം എത്രമാത്രം വാട്ടർ സ്റ്റോർ ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒരു കനാൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ കനാൽ കൺസ്ട്രക്റ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ ആ മാക്സിമം ലെവൽ ഓഫ് വാട്ടർ സപ്ലൈനെയാണ് നമ്മൾ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% കപ്പാസിറ്റിയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കനാലിൻ്റെ പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നോക്കുക, നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം കേട്ടോ. താങ്ക് യു.